അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു സേവനഭാരമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫുൾ തറോ ക്ലീൻ ചെയ്യാനുള്ള പ്ലാനാണ്. 2 ദിവസം കൂടുമ്പോൾ ഈ ഭയങ്കരമായിട്ട് ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുകയാണ്. സോ കുഞ്ഞു പിള്ളേരെയൊക്കെ കൊണ്ട് കിടത്തുന്നതല്ലേ, അപ്പോൾ അവർക്ക് അലർജി ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുൾ കർട്ടൻസ് വരെ ഊരി എല്ലാം നല്ല തറോ ആയിട്ട് വാഷ് ചെയ്ത് എല്ലാം ഒന്ന് എന്താ പറയുക, നല്ല വെയിലുള്ളത് കൊണ്ട് ഈസി ആയിട്ട് ഉണങ്ങിയൊക്കെ കിട്ടി കേട്ടോ. ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഓരോന്നായി തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാട്ടിലാണ് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടും, ഇവിടെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ ഓരോന്നായിട്ട് ഓരോ സൈഡിൽ നിന്ന് ഞങ്ങൾ ചെയ്ത് തീർത്ത് വന്നേ. ഇത് മസ്ലിൻ ക്ലോത്ത്സ് ആണ്, ബേബീസിൻ്റെ. അപ്പോൾ ഞാനിത് കണ്ടേ, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന നല്ല പ്യുവർ കോട്ടൻ്റെ ആണ്. ഇത് കണ്ടോ, നല്ല വൈറ്റ് കളറിൽ നല്ല ഇതാണ്. വേറെ പ്രിൻ്റഡായിട്ടുള്ള മസ്ലിൻ ക്ലോത്ത്സ് വേറെ ഉണ്ട്. കുറച്ച് ബേബി സ്യൂട്ട്സ് ഉണ്ട്. ഇതൊക്കെ ഓരോ പാക്കറ്റേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ബൾക്കായിട്ട് നമുക്ക് കടയിലോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് കൊതിയാവും. ഇതിൻ്റെ എല്ലാം ഒരു സ്റ്റോക്ക് ഇരിക്കുന്നതാകുമ്പോൾ അതും ഇതെല്ലാം എടുക്കാൻ തോന്നും. പക്ഷെ അത് വേസ്റ്റ് ഓഫ് മണിയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള അന്നേരം മേടിക്കുന്നതാണ് ഏറ്റവും ഒരു വൈസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ. സോ ഇത് നമ്മുടെ തൊട്ടിയുടെ മാട്രസിൻ്റെ കവറാണ്. ഇതെല്ലാം കഴുകി ഡ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം ഡ്രൈ ചെയ്ത് തേച്ച് ഉണക്കി ഓർഗനൈസറിനകത്ത് വെക്കണം. ഞാൻ അതുപോലെ കുറച്ച് ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ട്, ഇങ്ങനെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി, നല്ല വെയിലുള്ള ദിവസം ആണിന്ന്. അപ്പോൾ കഴുകി ഡ്രൈ ചെയ്ത് എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോവാണ്. കാരണം നമ്മളിപ്പോൾ പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചാൽ നമ്മുടെ ഡ്രസ്സ് പോലും നമ്മൾ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ചില ഡ്രസ്സൊക്കെ അല്ലാതെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്താ 2-3 കുഞ്ഞ് തൊപ്പി ഇതെല്ലാം വാഷ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൻ്റെ കൂടെ ഒരു 2-3 തുള്ളി നമ്മുടെ ഡെറ്റോളും കൂടി ഇട്ട് കഴുകാൻ വേണ്ടിയാണ്. ഡെറ്റോൾ മസ്റ്റൊന്നും അല്ല, പിന്നെ എന്നെപ്പോലെ ശകല OCD ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ചെറിയ ഒരു 2-3 തുള്ളി ഡെറ്റോളും കൂടി ഇട്ട് കഴുകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചെസ്റ്റ് ഡ്രോയറിനകത്ത് സാധനങ്ങൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി മേടിച്ച ഓർഗനൈസറാണ് ഇത്. ഇതുണ്ടോ, 2 കൂടെ ഉണ്ട്. സോ ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് സാധനങ്ങൾ വെക്കാം. അപ്പം നല്ല വെയിലുള്ള ദിവസം നോക്കി ഞാനിതെല്ലാം വാഷ് ചെയ്തിടുവാണ്. ഇത് ഞാൻ പറഞ്ഞ നമ്മുടെ ബേബി കോട്ടിൻ്റെ മാട്രസിൻ്റെ പ്രൊട്ടക്ടറാണ്. പ്രൊട്ടക്ടറല്ല, ബെഡ്ഷീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുണ്ടല്ലോ ഇപ്പം ഇങ്ങനെ ഈ കുഞ്ഞുടുപ്പൊക്കെ ഇങ്ങനെ നമ്മൾ ഹാങ് ചെയ്ത് ഇട്ടേക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം, നല്ല രസം കാണാൻ വേണ്ടി അല്ലേ. ഈ തൊപ്പിയും കുഞ്ഞുടുപ്പ് മസ്ലിൻ ക്ലോത്തും എല്ലാം കിടക്കുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുകയാണ് ശരിക്കും.